إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുഖദുഃഖങ്ങളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, വിജയപരാജയങ്ങളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നേട്ടകോട്ടങ്ങളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും അന്യൂനനും സർവശക്തിയുമായ സർവലോക നിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും വിശ്വാസി സമൂഹം ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരന്മാർ പരിശുദ്ധമായ മക്കയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെയും മനസ്സിലാക്കുന്നത് പോലെ പരിശുദ്ധമായ മക്ക എന്ന ആ പുണ്യഭൂമി ഒരുപാട് ഫളിലുകളും ശ്രേഷ്ഠതകളും മഹത്വങ്ങളും കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്, ഒരു നാടാണ്. ലോകത്തെല്ലായിടത്തുമുള്ള ഏതൊരു മുസ്ലിമിൻ്റെയും കിബിലയായ പരിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്നത്
ആ ഒരു പവിത്രമായ മണ്ണിലാണ്, പരിശുദ്ധമായ മക്കയിലാണ്. മാത്രമല്ല ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സത്യം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത നാടുകളിൽ ഒരേ ഒരു നാട് അത് പരിശുദ്ധ മക്ക മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ ഒരു മക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന ആ നാടിനെ വേറെയും ചില പേരുകളിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മക്കയെ അള്ളാഹു വിളിച്ച മറ്റൊരു പേര് ബക്ക എന്നുള്ളതാണ്. എന്ത്? ബക്ക. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് അള്ളാഹു മക്കയെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഉമ്മുൽ ഖുറ എന്ന പേരാണ്. മറ്റൊരു ഭാഗത്ത് അൽ ബലദ്, ബലദ് എന്ന പേരിൽ അള്ളാഹു ആ നാടിനെ വിശേഷിപ്പിച്ചു. ബലദുൽ അമീൻ ഖുർആന്റെ വേറൊരു ഭാഗത്ത് കാണാം, ബലദുൽ അമീൻ. ബക്ക, ഉമ്മുൽ ഖുറ, ബലദ്, ബലദുൽ അമീൻ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളിലാണ് അള്ളാഹുവും അവന്റെ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു നാടിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആ നാടിന്റെ അനവധി നിരവധി വിശേഷണങ്ങളിൽ വളരെ സുപ്രധാനമായൊരു വിശേഷണമാണ്, അതിൻ്റെ ഒരു മഹത്വമാണ്. പ്രിയമുള്ളവരെ, ആ ഒരു നാട്ടിലാണ്, ആ ഒരു ഭൂമിയിലാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഈ ഭൂമുഖത്ത് ആദ്യമായി ഒരു പള്ളി പണികഴിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി, അള്ളാഹുവിന് മാത്രം സുജൂദ് അർപ്പിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി പണികഴിപ്പിക്കപ്പെട്ട ഭവനം അത് ആ വിശുദ്ധമായ മണ്ണിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആലു ഇംറാനിലെ 96-ാമത്തെ വചനം ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത്. അല്ലാഹു പറയാണ്, ഇന്ന അവ്വല ബൈത്തിൻ, തീർച്ചയായും ഏറ്റവും ഒന്നാമത്തെ ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണികഴിപ്പിക്കപ്പെട്ടത് ഈ ബക്കയിലുള്ള ഈ ഒരു ഭവനമാകുന്നു എന്ന് കഅബയെ കുറിച്ച് സൂറത്തു ആലു ഇംറാനിലൂടെ അല്ലാഹു വിശേഷിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അതേപോലെ തന്നെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും അടിത്തറവാകിയ അസ്ഥിവാരം പണിത ആ പരിശുദ്ധമായ കഅബാലയം, അതാണ് ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണികഴിപ്പിക്കപ്പെട്ട ഭവനം എന്ന് സൂറത്തു ആലു ഇംറാനിലെ വചനത്തിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യമാണ്. മാത്രമല്ല സഹോദരന്മാരെ, മക്കയുടെ മറ്റൊരു പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ്, ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് അത് മക്കയാണ് എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഒരുപാട് മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും പല രീതിയിലുള്ള ബഹിഷ്കരണങ്ങൾക്കും ഇരയായി ആ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന വേളയിൽ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന വേളയിൽ ആ മക്കയെ നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനമായി പറയുന്ന ഒരു വാചകമുണ്ട്. താൻ പിറന്നു വീണ, തൻ്റെ ജനനത്തിന് സാക്ഷിയായ, താൻ പിച്ചവെച്ച് വളർന്ന തൻ്റെ ബാല്യവും യൗവനവും കൗമാരവും എല്ലാം
കൃത്യമായി നടന്ന ആ ഒരു നാട്, ആ നാട്ടിൽ നിന്ന് 53-ാമത്തെ വയസ്സിൽ നിർബന്ധിതമായി നാടുവിടേണ്ടി വരുന്ന ഒരു സമയം മുന്നിലെത്തിയപ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് വളരെ വികാര നിർഭരമായി ആ മക്കയോട്, സ്വന്തം നാടിനോട് യാത്ര പറയുന്ന ഒരു രംഗം ഹദീസുകളിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയെ വിളിച്ചുകൊണ്ട് പറയുന്ന വർത്തമാനം, വല്ലാഹി, അള്ളാഹുവാണേ സത്യം, മക്കേ അള്ളാഹുവാണേ സത്യം, അന്നക്കി ലഖൈറു അർളില്ലാഹ്, നീയാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ് കേട്ടോ. മക്കേ, നീയാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മണ്ണ്, ഏറ്റവും നല്ല നാട് നീയാണ്. വഅഹബ്ബുൽ അർളി വഅഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്, ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള നാടും മക്കേ അത് നീയാണ്. എനിക്ക് എന്നല്ല, എന്റെ റബ്ബിനും ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്. വലൗല അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, നിന്റെ നാട്ടുകാർ, മക്കയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, മക്കേ, എനിക്കും എന്റെ റബ്ബിനും ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് ഈ നാട് തന്നെയാണ്. വലൗല അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, നിന്റെ ഈ നാട്ടുകാർ ഈ നാട്ടിൽ നിന്ന് എന്നെ ഓടി പായിച്ചില്ലായിരുന്നുവെങ്കിൽ, പുറത്താക്കില്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിൽ നിന്നും ഞാൻ പുറത്തു പോകില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഓടേണ്ടി വന്നതാണ്. ചരിത്രം നമുക്കറിയാലോ. അപ്പൊ അത്രയും ശ്രേഷ്ഠമായ മണ്ണാണ് ആ പരിശുദ്ധമായ ഭൂമി, ആ പരിശുദ്ധമായ ഭവനം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലെങ്കിലും ആ നാട്ടിൽ എത്തിച്ചേരാൻ, ആ നാട് കൺകുളിർക്കെ കാണാൻ, വിശിഷ്യ കഅബാലയം കൺകുളിർക്കെ കാണാൻ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണ്. നിങ്ങൾ നോക്കിയും മക്കയുടെ മറ്റൊരു പ്രത്യേകത, ആ നാട്ടിലേക്കല്ലാതെ പുണ്യം ആഗ്രഹിച്ച് നിങ്ങൾ വേറെ ഒരു നാട്ടിലേക്കും സിയാറത്തിനായി, സന്ദർശനത്തിനായി പോകരുത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യം ആഗ്രഹിച്ച്, കൂലി പ്രതീക്ഷിച്ച് നമുക്ക് യാത്ര തിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ലോകത്ത് 3 പള്ളികൾ, ആ 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം ആഗ്രഹിച്ച് സിയാറത്തിന് കെട്ടിപ്പുറപ്പെടരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടില് അല്ലെ, ഏർവാടിയിലേക്ക്, അജ്മീറിലേക്ക്, നാഗൂറിലേക്ക്, മമ്പുറത്തേക്ക്, ഇങ്ങനെ പലയിടങ്ങളിലായി മറമാടപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ കബറിങ്കലേക്ക് സിയാറത്ത് എന്ന പേരിൽ നമ്മൾ പുണ്യയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. പലരും യാത്ര തിരിക്കാറുണ്ട്. അതെല്ലാം തെറ്റാണ്, അതെല്ലാം ഹറാമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും പഠിപ്പിക്കാത്ത കാര്യമാണ്. അവനവന്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും കബറ് അവനവൻ താമസിക്കുന്ന നാട്ടിലും പരിസരത്തും ഉണ്ടാവും. അവിടെ വരെ പോവാത്ത മനുഷ്യന്മാർ മറ്റു ദൂര ദിക്കുകളിൽ മഹാന്മാരുടെ കബറുകളിൽ ചെന്ന് ആ കബറാളികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരോട് സങ്കടം പറയാൻ വേണ്ടി, അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ വേണ്ടി സിയാറത്ത് നടത്തുന്ന മനുഷ്യന്മാർ. പല ആളുകൾക്കും അതൊരു കച്ചവട മാർഗം കൂടിയാണ്. ആളുകളെ സംഘടിപ്പിച്ച് ഈ ഒരു രൂപത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ. യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ, പുണ്യം ആഗ്രഹിച്ച് ഒരു മുസ്ലിമിന് യാത്ര തിരിക്കാവുന്നത് 3 കേന്ദ്രങ്ങളിലേക്കാം. അതിലേറ്റവും ഒന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണി പഠിപ്പിച്ചത് ഈ വിശുദ്ധമായ മണ്ണാണ്, പരിശുദ്ധമായ മക്കയാണ്, മസ്ജിദുൽ ഹറാമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ തലാത്തത്തി മസാജിദ്, 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം ആഗ്രഹിച്ച് യാത്ര തിരിക്കരുത്. ഒന്ന് അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മക്കയിലുള്ള മസ്ജിദുൽ ഹറാം. 2 വമസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളി. അഥവാ റസൂലുള്ളാഹ് മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത്. ആ പള്ളിയാണ് ഉദ്ദേശം, എന്റെ ഈ പള്ളി. 3 വമസ്ജിദുൽ അഖ്സാ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളിലേക്ക് നമുക്ക് പുണ്യം ആഗ്രഹിച്ച് സിയാറത്ത് പോകാം, യാത്ര തിരിക്കാം. അവിടെ വെച്ചാണെങ്കിൽ പോലും അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ.
അപ്പൊ ആ രീതിയിൽ പുണ്യം കൽപ്പിക്കപ്പെട്ട ഭൂമി കൂടിയാണ് പരിശുദ്ധമായ മക്ക എന്നുള്ളത്. മാത്രമല്ല സഹോദരന്മാരെ, ഈ ലോകത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാലിന്റെ വരവ്, ആ ദജ്ജാലിന് ഒരു നിലക്കും കാലുകുത്താൻ കഴിയാത്ത വിധം, ഒരു നിലക്കും കാലുകുത്താൻ കഴിയാത്ത വിധം സംരക്ഷിക്കപ്പെടുന്ന ഭൂമി കൂടിയാണ് മക്ക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ലോകത്തെ എല്ലായിടത്തും ആ ദജ്ജാലിന്റെ ഫിത്ന നേരിടും. പക്ഷെ മക്കയും മദീനയും അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ പറയാണ്, ലൈസ മിൻ ബലദിൻ, ഇല്ല ഒരു നാടുമില്ല, ലോകത്തൊരു നാടുമില്ല, ഇല്ലാ സയതഉഹു ദജ്ജാൽ, ദജ്ജാലിന്റെ കാൽപാദം സ്പർശിക്കാത്ത. എല്ലാ നാട്ടിലും വരും, എല്ലായിടത്തും അവന്റെ ഫിത്ന നേരിടും. എന്നാൽ ഇല്ലാ അൽ മക്കത വൽ മദീന, മക്കയും മദീനയും ഒഴിച്ചു. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും നിലകൊള്ളുന്ന ആ രണ്ട് നാടുകൾ ഒഴിച്ച് വേറെ എല്ലായിടത്തും ദജ്ജാലിന്റെ ഫിത്ന നേരിടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ ലഹു മിൻ നിഖാബിഹാ നഖബുൻ ഇല്ലാ അലൈഹിൽ മലായികത്തു സാഫീന യഹ്റുസൂനഹാ. ആ രണ്ട് നാടുകളെയും അല്ലാഹു ശക്തരായ മലായികത്തീങ്ങളുടെ സാന്നിധ്യം കൊണ്ട് സംരക്ഷിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അതാണ് മക്കയുടെ മറ്റൊരു പ്രത്യേകത. ഇനി നിങ്ങൾ നോക്കൂ, ഭൂമുഖത്ത് ഇന്നും വറ്റാത്ത സംസം എന്ന പേരിലുള്ള നീരുറവ നിർഗളിച്ചുകൊണ്ടേയിരിക്കുന്ന പവിത്രമായ മണ്ണുകൂടിയാണ് ഏത് വിശുദ്ധമായ മക്ക എന്നുള്ളത്, അല്ലേ? ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാൽപാദങ്ങളുടെ അടിയേറ്റ് നിർഗളിക്കാൻ തുടങ്ങിയ, അന്ന് തൊട്ട് നിർഗളിക്കാൻ തുടങ്ങിയ ആ പരിശുദ്ധമായ പാനീയം, ആ പരിശുദ്ധമായ വെള്ളം, അല്ലെ, സംസം, അത് ഇന്നും നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന ആ വറ്റാത്ത നീരുറവ, ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന ആ പരിശുദ്ധമായ ആ വെള്ളം സ്ഥിതി ചെയ്യുന്ന ഭൂമികയാണ് ഏത് പരിശുദ്ധമായ മക്ക എന്നുള്ളത്, അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണ്, അള്ളാഹുവിന്റെ പ്രവാചകന് ആദ്യമായി ഖുർആനിന്റെ അധ്യാപനങ്ങൾ, ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മണ്ണ് ആ പരിശുദ്ധമായ മക്കയാണ്. ഇത് നോക്കൂ, എണ്ണിയാൽ തീരാത്ത ഒരു ഖുത്ബ കൊണ്ടൊന്നും പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്ത അത്രയും മഹത്വങ്ങളും ഫضലുകളും ശ്രേഷ്ഠതകളും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ നാടിന്. ഒന്ന് രണ്ടെണ്ണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നമ്മൾ ഓരോ വക്ത് നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുകയാണെങ്കിലും അതിന് എത്ര ഇരട്ടി പ്രതിഫലമുണ്ട്? 27 ഇരട്ടി പ്രതിഫലം, അല്ലെ? എന്നാൽ മസ്ജിദുൽ ഹറമിൽ ഒരു ളുഹറിനോ, ഒരു അസറിനോ, ഒരു മഗ്രിബിനോ, ഒരു ഇശാഇനോ, ഒരു സുബഹിക്കോ ഏതെങ്കിലും ഒരു വക്ത്, ഒരൊറ്റ വക്ത് അവിടുത്തെ ജമാഅത്തിന് കിട്ടുന്ന പ്രതിഫലം 1,00,000 ഇരട്ടി പ്രതിഫലമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഏത് പള്ളിയിൽ ചെന്ന് അവിടെയുള്ള ജമാഅത്തുകളിൽ പങ്കെടുത്താൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട കൂലി എത്രയാ? 27 ഇരട്ടി പ്രതിഫലം. എന്നാൽ മസ്ജിദുൽ ഹറമിലോ 100,000 1,00,000 ഇരട്ടി പ്രതിഫലം ഒരൊറ്റ വക്തിന്, അല്ലെ? അപ്പൊ 5 നേരവും, അഥവാ ഒരു ദിവസമെങ്കിലും മക്കയിലെ ഹറമിൽ ചെന്ന് ഒരു ദിവസത്തെ 5 നേരത്തെ ജമാഅത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ 5,00,000 ഇരട്ടി പ്രതിഫലം. അത്രമാത്രം പവിത്രമായ പുണ്യഭൂമിയാണ് ആ മക്ക, അല്ലെ? റസൂൽ പറഞ്ഞു, ഇന്ന ഹാദൽ ബലദ ഹറമഹുല്ലാഹ്, തീർച്ചയായും ഈ നാടിനെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, ഹുർമത്ത് നൽകിയിരിക്കുന്നു, പവിത്രമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനനത്തോടു കൂടിയല്ല,
അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുൻപേ ആ നാട്ടിലേക്ക് കടന്നു വന്ന ഇബ്രാഹിം നബിയുടെയും പാദസ്പർശനമേറ്റ അന്ന് തൊട്ടല്ല, അന്ന് തൊട്ടുമല്ല, പിന്നൊന്നു തൊട്ട യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു തൊട്ടേ, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു തൊട്ടേ അള്ളാഹു പവിത്രമാക്കിയ മണ്ണാണ് ഏത് പരിശുദ്ധമായ ആ മക്ക. ഫഹുവ ഹറാമുൻ ബിഹുർമത്തില്ലാഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ അതിന്റെ ഹുർമത്ത്, അതിന്റെ പവിത്രത, അതിന്റെ ആ പരിശുദ്ധി അള്ളാഹു നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാട്ടിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെന്നിറങ്ങാനുള്ള തൗഫീഖ്, അല്ലെ, ചെന്നവർക്കോ അവിടെ എത്തിപ്പെട്ടവർക്കോ വീണ്ടും 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 അവിടേക്ക് എത്തിപ്പെടാനുള്ള അനന്യമായ മോഹം, പ്രിയമുള്ളവരെ, അത് സ്വാഭാവികമാണ്. അത്ര കണ്ട് നാം വിശ്വാസികളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഭൂമിയാണ് ആ വിശുദ്ധമായ മണ്ണ്. ആ ഭൂമിയിലാണ് പരിശുദ്ധമായ ഹജ്ജും ഉംറയും എല്ലാം ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിൽ എത്തിപ്പെടാനുള്ള തൗഫീഖ്, ആ കഅബാലയം കണ്ണിറയെ കാണാനുള്ള തൗഫീഖ്, ഈ പറയപ്പെട്ട നന്മകളെല്ലാം സംഭരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പരിശുദ്ധമായ മക്കയുടെ ചില സവിശേഷതകളെക്കുറിച്ചും ശ്രേഷ്ഠതകളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് പ്രവേശിക്കാനിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം അറബി മാസങ്ങളിലെ അവസാനത്തെ മാസമാണ് എന്നതിനുപരി അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി 4 മാസങ്ങളെ എണ്ണിപ്പറഞ്ഞപ്പോൾ ഏറ്റവും പരിപാവനത്വം കൽപ്പിക്കപ്പെട്ട 4 മാസങ്ങളെ എണ്ണിപ്പഠിപ്പിച്ചപ്പോ അതിലൊന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അഭിമുഖീകരിക്കാൻ പോകുന്ന മാസമായി എണ്ണിപ്പറഞ്ഞ മാസമാണ്, അഥവാ ദുൽഹിജ്ജ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആ മാസത്തിലേക്ക് എത്തിപ്പിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എന്താണ് ആ മാസത്തിന്റെ പ്രത്യേകത? ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിനങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിനങ്ങളാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളെക്കാൾ അമലെടുക്കുന്ന കാര്യത്തിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ 10 ദിവസങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വേറെ ഒരു ദിവസവും ഇല്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. പ്രവാചകൻ പറഞ്ഞു, എന്ത്? മാ മിൻ അയ്യാമിൻ, ഒരു ദിവസവുമില്ല, അൽ അമലു സ്വാലിഹു ഫിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളിൽ, ഇബാദത്തുകൾ ചെയ്യുന്ന ദിവസങ്ങളിൽ, അമലു സാലിഹാത്തുകൾ ചെയ്യുന്ന ദിവസങ്ങളിൽ ഒരു ദിവസവുമില്ല അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായി, മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ, യഗ്നി അൽ അശ്റുൽ അവൈലി മിൻ ദുൽഹിജ്ജ, അഥവാ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാൾ. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താ സഹോദരന്മാരെ ആ ഈ ആദ്യത്തെ 10 ദിനങ്ങളുടെ പ്രത്യേകത എന്താ? മറ്റു ഒന്നുമല്ല, ഉമ്മഹാത്തുൽ ഇബാദത്ത്, അഥവാ ഇസ്ലാമിലെ ഏറ്റവും സുപ്രധാനമായ ഇബാദത്തുകൾ, ആ ഇബാദത്തുകളെല്ലാം സമ്മേളിക്കപ്പെടുന്ന
ദിനങ്ങൾ കൂടിയാണ് ഇത് ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആണല്ലോ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ഇസ്ലാമിലെ ഏറ്റവും മുഖ്യമായ ഇബാദത്തുകളെല്ലാം അതിലുണ്ട്. നമസ്കാരം ഇസ്ലാമിലെ ഏറ്റവും മുഖ്യമായ ഇബാദത്ത്, നോമ്പ്, ഹജ്ജ്, ബലിപെരുന്നാൾ, അറവ്, ഇങ്ങനെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട ഏറ്റവും മുഖ്യമായ ഉമ്മഹാത്തുൽ ഇബാദാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബാദത്തുകളെല്ലാം സമ്മേളിക്കപ്പെടുന്ന ദിവസങ്ങളാണിത്. വേറെ ഒരു ദിവസങ്ങളിലും വേറെ ഒരു മാസങ്ങളിലും ഈ പറയപ്പെടുന്ന ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് ചേരുന്നൊരു സന്ദർഭം നമുക്ക് കാണാൻ കഴിയില്ല, അല്ലേ? ഈ ദിവസങ്ങളിൽ നമസ്കാരമുണ്ട്, ഈ ദിവസങ്ങളിൽ നോമ്പുണ്ട്. ഏതാണോ നോമ്പ്? ദുൽഹിജ്ജ 9 അറഫ നോമ്പ്. ഈ ദിവസങ്ങളിൽ സ്വതക്കയുണ്ട്, അതാണ് നമ്മൾ ബലിയറത്ത് ദാനമായി നൽകുന്നത്. ഈ ദിവസങ്ങളിലാണ് പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കപ്പെടുന്നത്. ഈ ദിവസങ്ങളിലാണ് അള്ളാഹുവിന് വേണ്ടി ബലിയിറക്കപ്പെടുന്നത്. ഇങ്ങനെ നോമ്പും നമസ്കാരവും സ്വതക്കയും ഹജ്ജും പെരുന്നാളും ഈ പറയപ്പെട്ട എല്ലാ ഏറ്റവും മഹത്തരമായ ഇബാദത്തുകളെല്ലാം സമ്മേളിക്കപ്പെടുന്നത് ഈ ആദ്യത്തെ 10 ദിനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നമ്മൾ അമലെടുക്കുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഫാക്തിറു ഫീഹിന്ന അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. സഹാബത്തെ, ഈ ദിവസം നിങ്ങൾ തഹ്ലീലുകൾ അധികരിപ്പിക്കണം കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണം കേട്ടോ, അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദ് അധികരിപ്പിക്കണം കേട്ടോ, സുബ്ഹാനല്ലാഹ് എന്ന തസ്ബീഹ് അധികരിപ്പിക്കണം കേട്ടോ, അൽഹംദുലില്ലാഹ് എന്ന തഹ്മീദ് അധികരിപ്പിക്കണം കേട്ടോ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ അധികരിപ്പിക്കണം കേട്ടോ. ഇബാദത്തുകൾ ധാരാളമായി ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ കടന്നു വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അർഹമർ റഹീമീനായ റബ്ബ് നമുക്കെല്ലാവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ മൂത്തമ്മയുടെ പേരക്കുട്ടി 3-4 ദിവസം മുൻപ് കോഴിക്കോട് വെച്ചുണ്ടായ ഒരു ബൈക്ക് ആക്സിഡന്റിനെ തുടർന്ന് ഇപ്പോഴും അബോധാവസ്ഥയിലാണ് ആ കുട്ടി കഴിയുന്നത്. മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ, അല്പം പ്രയാസകരമായ രീതിയിൽ മെഡിക്കൽ കോളേജിലാണ്. ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് മൂത്തമ്മ പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് മരുന്നുകളോട് പ്രതികരിച്ച് ജീവിതത്തിലേക്ക് ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ആ കുടുംബത്തിന് നേരിടേണ്ടി വന്ന പ്രയാസവും ബുദ്ധിമുട്ടും അവർക്ക് നീ നീക്കിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഇത്തരത്തിലുള്ള എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. നാട്ടിലും വിദേശത്തുമൊക്കെയായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ രക്ഷിതാക്കളും ഞങ്ങളുടെ പിതാക്കളും ഒക്കെയായിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാവർക്കും എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണവും നിർഭയത്വവും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കൂടുതൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള അറിവും കഴിവും ഇഖ്ലാസും തൻ്റെടവും ധൈര്യവും നിങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, വിശുദ്ധമായ ആ മക്കയുടെ മണ്ണിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിച്ചേരാൻ ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ഉണ്ടാവില്ല. ആ ആഗ്രഹമുള്ള നിങ്ങൾക്കെല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നീ സഫലീകരിച്ചു തരണമേ റഹ്മാനെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ എത്തിപ്പെട്ടു ഉംറയും ഹജ്ജുമെല്ലാം നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ പരിചയത്തിലുള്ളവർ പലരും വിശുദ്ധമായ ഹജ്ജ് ലക്ഷ്യം വെച്ച് യാത്ര തിരിച്ചിരിക്കുന്നു. അർഹമർ റഹീമീനായ റബ്ബേ, അവർക്കെല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും എല്ലാം നിർവഹിച്ച് ആഫിയത്തോടെ, സിഹത്തോടെ, നിർഭയത്വത്തോടെ, സുരക്ഷിതത്വത്തോടെ തങ്ങളുടെ നാടുകളിലേക്ക്, വീടുകളിലേക്ക് മടങ്ങിയെത്താനുള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിന്റെ ഏതൊരവസരത്തിൽ മരണപ്പെടേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ട് അത് ഉച്ചരിച്ച് യഥാർത്ഥ
മുവക്കിയതായി നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളുടെ മത്സര പരീക്ഷകളുടെ വിദ്യാഭ്യാസ രംഗത്തെ മറ്റു പരീക്ഷകളുടെ ഫലങ്ങൾ അറിയാൻ പോകുന്നു. ഏറ്റവും നല്ല ഫലങ്ങൾ, ഏറ്റവും നല്ല റിസൾട്ടുകൾ നിങ്ങളുടെ മക്കൾക്ക് നീ സമ്മാനിക്കണമേ റഹ്മാനെ. രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന നല്ല രീതിയിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ, നല്ല രീതിയിൽ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നല്ല മനുഷ്യരായി മാറിത്തീരാനൊക്കെയുള്ള ശേഷിയും കഴിവും ചുറ്റുപാടും നിങ്ങളുടെ മക്കൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. നിങ്ങളുടെ മക്കളെ നീ രണ്ട് ലോകത്ത് ഉപകാരപ്പെടുന്ന സ്വാലിഹ്യങ്ങളായ മക്കളായി നീ പരിവർത്തിപ്പിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ ഇടപാടുകളിലും ഞങ്ങളുടെ എല്ലാ ഇടപെടലുകളിലും അർഹമുറാഹിമീനായ റബ്ബേ നീ കൂടുതൽ ഖൈറും ബർക്കത്തും ഇസ്സത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളുടെ നാടുകളിൽ എല്ലാ മനുഷ്യരും കൂടുതൽ മതസൗഹാർദ്ദത്തോടെ കൂടുതൽ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്ന ചുറ്റുപാടും മാനസികാവസ്ഥയും ഒരു സാഹചര്യവും നീ കൂടുതൽ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.